രാഹുൽ, UDF സർക്കാർ അധികാരത്തിൽ വന്ന ഒരു മാസം പിന്നിടുന്നു. ഒരു മാസം പിന്നിടുന്നില്ല, പിന്നിടാൻ 19-ാം തീയതി ആകുമ്പോൾ ഒരു മാസം ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ UDF സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഇപ്പോൾ പൊതുജനത്തോട് ചോദിച്ചാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയാലും ഒരു ജനപ്രിയ സർക്കാർ എന്നുള്ളൊരു ലേബൽ UDF സർക്കാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കുമോ ഈ സർക്കാരിന്? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസക്കാലം ആകുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു മാസം കൂട്ടിക്കോ, ഒരു മാസം കൊണ്ട് സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പിട്ട് ചർച്ച ചെയ്തത് ഈ 5 കൊല്ലം കൊണ്ട് ചെയ്യുന്നതെല്ലാം ഈ ഒരു വർഷക്കാലം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ 4 കൊല്ലം കഴിഞ്ഞിട്ട് സർക്കാർ എന്ത് ചെയ്യും? അതായത് എല്ലാം വളരെ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഓപ്പറേഷൻ തൂഫാനാണ്. ഈ സർക്കാർ അധികാരം ഏറ്റിട്ട് ആദ്യം ചെയ്യുന്നത് ഇവിടുത്തെ ലഹരി മാഫിയ മുഴുവൻ അടിച്ചൊതുക്കുന്ന രീതിയിലേക്ക്, അതേപോലെ തന്നെ ഇവിടുത്തെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അടിമുടി UDF എന്ന് പറയേണ്ട രീതിയിൽ, അല്ലെങ്കിൽ UDFന്റെ പ്രവർത്തന മികവ് എന്ന് പറയേണ്ട രീതിയിൽ, സർക്കാരിൻ്റെ മികവ് എന്ന് പറയേണ്ട രീതിയിൽ മാറിയ ഒരു പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ. നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പോൾ കേരളത്തിലെ പോലീസുകാരുടെ ആത്മാഭിമാനം തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവർക്ക് കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിരുന്നത്. അതപ്പോൾ മുൻപത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. അത് ഉണ്ടാകാത്തൊരു കാലത്തിൽ നിന്ന് ഇപ്പോൾ ഫ്രീ ആയിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടാകുന്നില്ല. എന്നാൽ ആഭ്യന്തര വകുപ്പ് വളരെ മികച്ച രീതിയിൽ പോകുന്നുമുണ്ട്. അങ്ങനെ പോലീസുകാരൊന്ന് ശ്വാസം വിട്ട നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ തൂഫാൻ പോലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ആർജവവും ഉണ്ടാകും. അല്ല, ഇപ്പൊ ജനങ്ങൾക്ക് തന്നെ തൂഫാൻ എന്ന് പറയാനൊരു ഒരു ശക്തിയാണ്. അപ്പോൾ തൂഫാൻ ഏതെങ്കിലും ഒരു ലഹരി മാഫിയ പിടിച്ച് തൂഫാൻ പെരുമ്പാവൂരിൽ തൂഫാൻ അടിച്ചോ എന്ന് ഹോം മിനിസ്റ്റർ ചോദിച്ചതുപോലെ അപ്പോൾ ജനങ്ങൾക്കെല്ലാം അത് ആവേശകരമായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇത് ഈ 10 കൊല്ലക്കാലം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു മാറ്റത്തിന്റെ പ്രതിഫലനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, ഓപ്പറേഷൻ സീറോ. ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ വാങ്ങിക്കുന്ന കൈക്കൂലി ഇത് തടയാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്നൊരു പദ്ധതി രൂപീകരിക്കുന്നു. അത് മികച്ചൊരു പദ്ധതി ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കാം. അതുപോലെ തന്നെ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ഡോക്ടർമാര് പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അവരെയും കണ്ടുപിടിച്ച് നടപടിയെടുക്കുന്ന കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതെ, അതെല്ലാം വളരെ നല്ല പദ്ധതിയാണ്. കാരണം ഒരു മാസം ആകുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ആദ്യം പറയേണ്ടത് എനിക്ക് തോന്നുന്നു പ്രിയദർശിനി ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കേണ്ടത് പ്രിയദർശിനി സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയാണ്. വളരെ നല്ല റെസ്പോൺസ് ആണ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അല്ലെങ്കിൽ BJP-ക്കാർക്ക് പോലും ഒരുവിധപ്പെട്ട മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തികളെ പറ്റിയല്ല, അനുഭാവികൾ പ്രവർത്തകരെ എടുത്തു നോക്കിയാലും അവർക്കൊക്കെ കൊള്ളാമെന്ന് പറയാൻ തോന്നിയ ഒരു പദ്ധതി തന്നെയായിരുന്നു പ്രിയദർശിനി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ആലുവ ബസ് സ്റ്റാൻഡിൽ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോൾ ഒരു ചേട്ടൻ പറയാണ്, ഒരു VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം തന്നെ ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മുടെ ക്ഷേമ പെൻഷൻ കൂട്ടിയത് എപ്പോഴാണെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞതാണ് ഇലക്ഷന് തൊട്ട് മുന്നിത് ചെയ്യുന്നത് നല്ലൊരു നടപടിയല്ല നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാര്യം എടുത്തു നോക്കുക, ആ ചേട്ടൻ അതാണ് പറഞ്ഞത്, തുടങ്ങുമ്പോൾ തന്നെ ഇതെല്ലാം ചെയ്യുകയാണ്. അത് അടുത്തൊരു വോട്ട് കിട്ടണം എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല, കേരളത്തിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളാണ്. അപ്പോൾ പ്രിയദർശിനി പദ്ധതി എല്ലാവരും ആശങ്കയോടെ പറയുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് സർക്കാർ അവതരിപ്പിച്ച രീതിയാണ് ശരി. നമ്മൾ എപ്പോഴും പറയേണ്ടത് ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലാണെങ്കിലും നോക്കുമ്പോൾ ഉണ്ടാവും. പക്ഷേ സർക്കാർ അത് അവതരിപ്പിച്ച രീതിയാണ്. ഇതിൽ നിന്നും എക്കണോമിക്കലി എങ്ങനെയാണ് സർക്കാരിന് ഗുണമുണ്ടാകാൻ പോകുന്നതെന്ന് സർക്കാർ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇതിനകത്ത് പോകുന്ന പൈസ മറ്റു വഴികളിലൂടെ കണ്ടെത്താൻ സർക്കാരിനെ കൊണ്ട് പറ്റും. അതാണ് സർക്കാരിന്റെ കോൺഫിഡൻസ്. അല്ലാതെ ഒരു പദ്ധതി അനൗൺസ് ചെയ്തിട്ട് അതിൽ നിന്നും പിന്നെയും കടത്തിലേക്ക് പോകുകയല്ല. അതിൽ നിന്നും ഞങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയും. നല്ലൊരു സാധനം ചെയ്തു കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ജിയോയുടെ കാര്യം തന്നെ എനിക്കൊന്ന് ഷാരിഖ് സംസൂരിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ ജിയോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഫ്രീ കൊടുക്കുന്നു. പിന്നീട് എങ്ങനെയാണ് ജിയോ അത് വലിയ രീതിയിൽ
അവരുടെ മാത്രം ഒരു ടെറിട്ടറിയായി മാറ്റിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു സൗജന്യം കൊടുക്കുമ്പോൾ ആ സർക്കാരിന് അതിൽ നിന്നും എങ്ങനെ പണം കണ്ടെത്തുമെന്ന് അറിയാമെങ്കിൽ അത് വലിയൊരു പ്രവർത്തനമായി മാറുമെന്നൊരു യാഥാർത്ഥ്യമാണ്. അതെ, ഇപ്പൊ ഈ ജിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. ഇപ്പോൾ ജിയോ ഈ ഫ്രീ സർവീസ് കൊടുക്കുന്നതിന് മുൻപ് നമ്മളെല്ലാം യൂസ് ചെയ്തിരുന്ന ഡേറ്റ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഡേറ്റ ആയിരുന്നു. 100 MB ഡേറ്റ കാർഡ് ഒക്കെ മേടിച്ച് ചാർജ് ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റമുണ്ടായി, സമൂഹത്തിനൊരു മാറ്റമുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഉള്ള സർവീസുകൾ ഉണ്ടാകുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണെങ്കിലും അതിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നേരത്തെ കൊണ്ടുവന്നതാണ് ഈ ഫ്രീ റൈഡ്. അതുകൊണ്ട് തമിഴ്നാട് സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പൂട്ടിപ്പോയോ? ഇല്ല. അപ്പോൾ അതുപോലെ മറ്റു രീതികളിലേക്ക് ഇതെല്ലാം പോകും. അപ്പോൾ പ്രിയദർശിനി, ഈ പറഞ്ഞ അടുത്ത പദ്ധതി പ്രിയദർശിനി, അത് വളരെ വിപ്ലവകരമായിട്ടൊരു പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത്. നമ്മൾ എന്താണെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു VD സതീശനോട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഈ മോഡിഫിക്കേഷൻ്റെ കാര്യം, മോഡിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സർക്കാരിന് ഇതെല്ലാം കൂടെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ കഴിയും, ഇത് എവിടെ ചെന്ന് നിൽക്കും എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് നമ്മൾ ആദ്യമേ തന്നെ ചർച്ചയ്ക്ക് മുന്നേ ചിന്തിച്ചത്. 1 മാസക്കാലം കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ 1 വർഷക്കാലം കൊണ്ട് എങ്ങനെയായിരിക്കും, 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും, അല്ല 1 കൊല്ലം കഴിയുമ്പോൾ സർക്കാർ ഇനി വലിയൊരു വിപ്ലവം. കാരണം ഈ ആദ്യം കൊടുത്തിട്ടുള്ളതിനേക്കാൾ അടിപൊളി സാധനങ്ങൾ കൊടുത്താലേ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ജനങ്ങൾ ഓർത്തിരിക്കും. അതുകൊണ്ടാണ് എല്ലാ സർക്കാരുകളും അവസാന കാലത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മുൻകൂട്ടി കണ്ടുവെക്കുന്നത്. കാരണം ആദ്യമേ എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും ഓ ഇത് മറന്നുപോകും. അതായത് ഈ 2.5 കൊല്ലം കൊണ്ട് ഇതെല്ലാം മറക്കും. അപ്പൊ ഇതിന്റെ മേളിൽ നിൽക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് സർക്കാർ അടിപൊളിയായിരുന്നു എന്ന് പറയാൻ കഴിയും. കാരണം ഇതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ സർക്കാർ മോശമാണ് എന്നൊരു അഭിപ്രായം വരും. കാരണം 1 മാസം കൊണ്ട് ഈ സർക്കാരിന് കിട്ടിയിരിക്കുന്ന ഹൈപ്പ് ഇത്രയാണ്. ഇനി സർക്കാരിന് പുതിയ പദ്ധതികൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ഹൈപ്പ് താന്ന് വരും. കാരണം ആദ്യമേ തന്നെ വലിയ ബിൽഡപ്പാണ് സർക്കാരിനുള്ളതും. 1 മാസം കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ എത്ര വിഷയങ്ങളാണ് സർക്കാർ ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ഇമേജാണ് വന്നത്. ഈ ഇമേജ് അടുത്ത ഹൈപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതിലും നല്ല പദ്ധതികൾ വരണം, ഇതിലും മികച്ചൊരു ഭരണം കാഴ്ചവെക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പ്രിയദർശിനിയെ പോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് മലയിടാം തുരുത്തിലെ വിഷയം. 58 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ഈ സർക്കാർ വന്ന് 1 മാസം തികയുന്നതിന് മുമ്പിട്ട് ആ വിഷയത്തിൽ കൃത്യമായിട്ട് നിലപാടെടുക്കുന്നത് മാത്രമല്ല ഇന്നലെ കരാർ ഒപ്പിടുന്നത് നമ്മൾ കണ്ടതാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ 1 മാസം കൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിരുന്നു അതെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാളത് നീണ്ടുപോയി എന്നുള്ളൊരു ചോദ്യമാണ്. ഇറ്റ് വാസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ലൈക്ക് അത്രയും സിമ്പിൾ ആയിട്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട്, നമുക്കറിയാം ഈ പറഞ്ഞ ഇലക്ഷന് ശേഷം തോറ്റ MLA അവിടെ വന്ന് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ നാട്ടുകാരെ അദ്ദേഹത്തെ ഓടിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ വന്ന് നിന്ന് പറയാൻ എങ്ങനെ ധൈര്യമുണ്ടായി എന്നാണ് ഞാൻ ചിന്തിച്ചു പോയത്. അപ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് ചെയ്താൽ മതിയായിരുന്നു. ഇത് തന്നെയാണ് ഏത് മണ്ഡലത്തിന്റെ കാര്യം എടുത്ത് നോക്കിയാലും ഇപ്പോഴത്തെ MLA മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ആ കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. 1 മാസം പിന്നിട്ടിട്ടില്ല. ആ വിഷയം വന്ന് എത്ര ദിവസത്തിനുള്ളിലാണ് ആ വിഷയം കൃത്യമായിട്ട് സർക്കാർ കൈകാര്യം ചെയ്തത്. ഇതിനെല്ലാം സർക്കാരിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. കാരണം ഇത് മാത്രമല്ല, സർക്കാർ പറഞ്ഞിട്ടുള്ള മറ്റുള്ള പദ്ധതികളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട മറ്റൊരു കാര്യമാണ് മറ്റേ വിനോദിനിയുടെ വിഷയം. ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സിസ്റ്റം കൊണ്ട് ഒരു കൈ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന വിനോദിനി, ആ വിനോദിനിയുടെ വിഷയത്തിൽ സർക്കാർ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ വിനോദിനി ഉൾപ്പെടെ വരുന്ന പല കുട്ടികൾക്കും അവർക്ക് അനുവദനീയമായിട്ടുള്ള ഗ്രാൻഡ് സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞുള്ള ഗ്രാൻഡ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വരാത്തതുകൊണ്ട് നിന്നിട്ടുണ്ട് എന്നുള്ള വിഷയം നമ്മൾ കണ്ടതാണ്. ആ വിഷയത്തിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടതെന്നും അത് കൃത്യമായിട്ട് പരിശോധിക്കണമെന്നും പരിഹരിക്കണമെന്നും ഒറ്റ ദിവസം കൊണ്ട് അത് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അതായത് പെട്ടെന്നാണ് എല്ലാ ഇടപെടലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ടൈം എന്ന് പറയുന്നത് അത്ര പ്രഷ്യസ് ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാതെ നാളെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ജനങ്ങൾ പോലും വിലമതിക്കില്ല എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ VD സതീശനെ സംബന്ധിച്ച് സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വയോജന വകുപ്പ്. ഈ സർക്കാർ അധികാരമേറ്റിട്ട് ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് വയോജന വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടുത്തെ വൃദ്ധരായിട്ടുള്ള ആളുകൾ അവർ അനുഭവിക്കുന്ന വിഷയങ്ങൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും
പ്രത്യേകമായിട്ടൊരു വകുപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്, ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം മാത്രമാണ്. പക്ഷേ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നം കൂടിയാണ് വയോജനങ്ങൾ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു വകുപ്പിനെ തന്നെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് ധവളപത്രം. ഈ ധവളപത്രം എന്തിനാണ് നമ്മൾ സർക്കാർ ചെയ്ത നല്ല കാര്യത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധവളപത്രം എന്ന് പറയുന്നത് ഈ സർക്കാരിനെ പഠിക്കാനും സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകണം, കേരളത്തെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഡാറ്റയാണ്. ഡാറ്റ എത്രത്തോളം പ്രയോജനപരമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം. മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ ഡാറ്റ വേണം. ആ ഡാറ്റ ഈ സർക്കാർ അധികാരമേറ്റ് ആദ്യം തന്നെ ഉണ്ടാക്കുന്നു. ആ ഡാറ്റയെ മുൻനിർത്തിയായിരിക്കും സർക്കാരിന് മുന്നോട്ട് പോകാൻ പോകുന്നത്. അത് ധവളപത്രം കാരണം പൊതുജനത്തിനും ഒരു ഏകദേശ ധാരണയുണ്ടായി എന്താണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇല്ലായിരുന്ന ഒരു ക്ലാരിറ്റി ആയിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ 4000 രൂപ ഖജനാവിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നു പൂച്ചപെറ്റ് കിടക്കുന്നുവെന്ന്. പിന്നെ പറയുന്നു 5000 കോടി ഉണ്ട് എന്ന്. അവിടുന്ന് ഇപ്പോൾ KSRTC ലാഭത്തിലാണെന്ന് പറയുന്നു, പക്ഷെ അവിടെ നഷ്ടത്തിലാണെന്ന് പറയുന്നു. അങ്ങനെ പല മിസ്ലീഡിംഗ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ മാറിക്കിട്ടി. ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി വരുന്ന ഒരു കാര്യമായിരുന്നു ധവളപത്രം എന്ന് പറയുന്നത്. വളരെ മികച്ചൊരു നീക്കമായിരുന്നു. അതെ, അതേപോലെ തന്നെ സാധാരണപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. ഈ സർക്കാർ അധികാരം ഏറ്റിട്ട് ആദ്യത്തെ ക്യാബിനറ്റ് കൂടിയപ്പോൾ തന്നെ പറഞ്ഞത് എന്താണ്? ക്യാബിനറ്റ് കൂടിയതിന് ശേഷം ഇവിടുത്തെ ആശാ വർക്കർമാർക്ക് 3000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ അംഗൻവാടി വർക്കേഴ്സ്, ഇപ്പോൾ സ്കൂൾ വർക്കേഴ്സ്, ഇവർക്കുള്ള പണം, ഇത് വലിയൊരു മാറ്റമാണ്. സാധാരണപ്പെട്ട ജനങ്ങളെ ആദ്യം തന്നെ ചേർത്ത് നിർത്തിപ്പോകുന്ന ഒരു സർക്കാരാണ്. ഒരു മാസം തികയുന്നതിന് മുമ്പിട്ട് ഈ സർക്കാരിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അടുത്ത 5 കൊല്ലം കൊണ്ട് ഈ സർക്കാർ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ അടുത്ത 1 കൊല്ലം കൊണ്ട് സർക്കാർ ചെയ്യാൻ പോകുന്ന വലിയ പദ്ധതികളെ കുറിച്ച് ജനങ്ങൾക്ക് വലിയ ആകാംക്ഷയാണുള്ളത്. ഓരോ ദിവസവും ഈ സർക്കാരിനെ ആകാംക്ഷയോടെയാണ് നോക്കുന്നത്. VD സതീശനെ നോക്കുന്നതും അതേപോലെയാണ്. ഈ സർക്കാരിന് എന്തെല്ലാം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.